നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പേവിഷബാധയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ സംസാരിക്കുന്നത്. സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അഡീഷണൽ പ്രൊഫസറും റാബിസ് കൺട്രോൾ പ്രോഗ്രാമിന്റെ നോഡൽ ഓഫീസറുമായിട്ടുള്ള ഡോക്ടർ ചിന്ത എസ് ആണ്. ഡോക്ടർ സ്വാഗതം. ഡോക്ടർ, നമുക്കറിയാം ഈ പേവിഷബാധയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഗം തന്നെയാണ് ഈ വാക്സിൻ എടുക്കുക എന്നുള്ളത്. പക്ഷേ വാക്സിൻ എടുത്തിട്ടും ചില സന്ദർഭങ്ങളിൽ മരണം സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ഡോക്ടർ ഇതിൻ്റെയൊക്കെ നിജസ്ഥിതി? പേവിഷബാധ റേബീസ് എന്ന വൈറസ് ഉണ്ടാക്കുന്ന രോഗമാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് നമുക്ക് അതിനു മുമ്പ് കണ്ടുവന്നിരുന്ന നിരക്കിനേക്കാൾ കൂടുതൽ കേസസ്. കാരണം പണ്ട് നമുക്കൊരു വർഷത്തിൽ ഒരു 10 കേസ്, 8, 10, 11 അങ്ങനെയായിരുന്നു ഈ നേരത്തെ മുന്നുള്ള വർഷങ്ങളിലെ നമ്മുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ. എങ്കിൽ 2022 മുതലാണ് 20-ൽ കൂടുതൽ കേസുകൾ ഒരു വർഷം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ളൊരു അവബോധം ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ കൂടിയിട്ടുമുണ്ട്. ഇത് വൈറസ് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ മൃഗങ്ങളിൽ നിന്നാണ് ഈ രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. മൃഗങ്ങളുടെ കടി, അത് പ്രധാനമായും 95% കൂടുതൽ കേസുകളും നായ്ക്കൾ കടിക്കുന്നത് കൊണ്ട് ആണ് നമുക്ക് ഈ രോഗബാധ ഉണ്ടാകുന്നത്. അതുകൂടാതെ പൂച്ച, മറ്റു വന്യമൃഗങ്ങൾ ഇവയിൽ നിന്നുമൊക്കെ നമുക്ക് ഈ വൈറസ് കിട്ടാൻ സാധ്യതയുണ്ട് അവയുടെ ആക്രമമേൽക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ പ്രധാന ചികിത്സ എന്ന് പറയുമ്പോൾ, ചികിത്സ എന്ന് വെച്ചാൽ ഈ മൃഗങ്ങളുടെ കടി ഏൽക്കുന്നതിൻ്റെ ചികിത്സയെക്കുറിച്ചാണ് പറയുന്നത്. കാരണം റേബീസ് വൈറസ് ബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചികിത്സയില്ല. 100% മാരകമായ രോഗമാണ്, 100% ഫേറ്റലായിട്ടുള്ള രോഗമാണ് റേബീസ് അസുഖം. അതിനാൽ തന്നെ ഈ രോഗം വരാതെ തടയുന്നതിനായിട്ടാണ് നമ്മൾ മൃഗങ്ങളുടെ കടിയേറ്റാൽ, മൃഗങ്ങളുമായിട്ടൊരു സമ്പർക്കത്തിൽ വന്നാൽ നമ്മൾ ചികിത്സ എന്ന രീതിയിൽ, ആ മൃഗത്തിൻ്റെ ആ കടിയുടെ ചികിത്സയാണ് ഞാൻ പറയുന്നത്, നമ്മൾ വാക്സിനാണ് പരമപ്രധാനമെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ പരമപ്രധാനമായിട്ടും ചെയ്യുന്നത് വാക്സിൻ എടുക്കുകയും മറ്റ് അനുബന്ധ ചികിത്സ തേടുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ വാക്സിൻ ഫലവത്താണോ എന്ന് ചോദിച്ചാൽ മറ്റ് എല്ലാ വാക്സിനുകളെക്കാളും 100% തന്നെ അതിൻ്റെ ഫലപ്രാപ്തി ഉള്ള ഒരു വാക്സിനാണ് റേബീസ് വൈറസിനെതിരെയുള്ള വാക്സിൻ. കാരണം ഇപ്പോൾ ചിക്കൻ പോക്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു ഡോസ് മാത്രം ചിക്കൻ പോക്സ് വാക്സിൻ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 80% ഉണ്ടാവുള്ളൂ. അതായത് അതിൻ്റെ ഫലം, അതായത് 100 പേരെടുത്താൽ ഒരു 80-85% പേർക്ക് ചിക്കൻ പോക്സ് ഉണ്ടാവുകയില്ല, ബാക്കി 15 പേർക്ക് വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു ബൂസ്റ്റർ ഡോസ് കൂടെ എടുത്താൽ അതിൻ്റെ ഫലം 90% മുകളിലേക്ക് പോകും. മീസിൽസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും ഇത് കണക്കൊരു 80-90% നിൽക്കും ആ വാക്സിൻ്റെ ഫലം. അതായത് ബാക്കി ഒരു 100 പേര് എടുക്കുമ്പോൾ ബാക്കി ഒരു 10 പേർക്ക് രോഗം വരാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ മംസിൻ്റെയൊക്കെ വാക്സിൻ ആണെങ്കിൽ 80-80% താഴെയാണ് അതിൻ്റെ ഫലപ്രാപ്തി. പക്ഷേ ഇവയൊക്കെ മറ്റിത്തരത്തിലുള്ള വാക്സിനുകളെ കമ്പയർ ചെയ്യുമ്പോൾ റേബീസിനെതിരെയുള്ള വാക്സിൻ 100% അടുത്ത് തന്നെ പ്രൊട്ടക്ഷനുള്ള, മാത്രമല്ല പഠനങ്ങളിലൊക്കെ തന്നെ നമുക്ക് 100% നമ്മൾ കൊടുക്കുന്നവർക്കെല്ലാം തന്നെ ആൻറ്റിബോഡി ടൈറ്റർ പ്രൊട്ടക്റ്റീവായിട്ടുള്ള, അതായത് നമുക്ക് വേണ്ട ആൻറ്റിബോഡി ശരീരത്തുണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ ഈ ചില കേസുകൾ, ഇപ്പോൾ 102 കേസുകൾ കഴിഞ്ഞ 5 വർഷത്തിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ 20-ൽ താഴെ കേസുകൾ വാക്സിൻ എടുത്തവരായിരുന്നു. അപ്പോൾ അതിനാൽ തന്നെ അത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാകുമ്പോൾ വാക്സിൻ ഫലവത്തല്ലേ എന്നുള്ള ഒരു ആശങ്ക നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിനെ നമ്മൾ നോക്കുമ്പോൾ ഇത് വളരെ വിരളമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ആ മുറിവ് അത്രയ്ക്ക് ഗുരുതരമാകുമ്പോൾ ചിലപ്പോൾ ഈ വൈറസ് നേരിട്ട് തന്നെ ഞരമ്പുകളിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലുള്ള തീവ്രമായ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വാക്സിനും അതിനോടനുബന്ധമായി നൽകുന്ന സീറമുണ്ട്, ആൻറ്റി റേബീസ് സീറം, ഇവ രണ്ടും കൊടുക്കുന്ന കേസുകളിൽ പോലും പിന്നീട് റേബീസ് വരുന്ന വളരെ ചുരുക്കം ചില സന്ദർഭങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ആശങ്ക പരത്തുന്നത്. പക്ഷെ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ആയിരക്കണക്കിന് കേസുകളെ വാക്സിൻ കൊടുത്തുകൊണ്ട് പ്രതിരോധിക്കുമ്പോൾ, തടയുമ്പോൾ വിരളമായിട്ട് വളരെ ദൗർഭാഗ്യമുള്ള സിറ്റുവേഷൻസാണ്, വളരെ റെയറായിട്ട് ഈ ഡീപ്പായിട്ടുള്ള വൂണ്ട് വരുമ്പോൾ നമുക്കൊരു വളരെ ചുരുക്കം ചില കേസുകളിൽ നമുക്ക് ഈ കൊടുത്ത വാക്സിനും സീറവും ഫലം കാണാതെ രോഗിക്ക് റേബീസ് അണുബാധ ഉണ്ടാവുകയും മരണം സംഭവിക്കുന്നതുമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അത് വാക്സിൻ ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള ഒരു സംശയത്തിനും
ഇവിടെ ഇടയില്ല. കാരണം ഇത് വളരെ ചുരുക്കം പ്രത്യേക സാഹചര്യത്തിൽ അത്രയ്ക്ക് ഗുരുതരമായ ഒരു മുറിവുണ്ടായത് കൊണ്ട് മാത്രം ഉണ്ടായ ഒരു വളരെ വിരളമായി മാത്രം സംഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത്. ഒരിക്കലും വാക്സിൻ്റെ ഫലപ്രാപ്തി കുറവാണ് എന്ന ഒരു നിരീക്ഷണത്തിലേക്ക് പോകാൻ പാടില്ല. കാരണം നമ്മൾ എത്ര കേസുകൾ വാക്സിൻ എടുത്തുകൊണ്ട് പ്രിവെൻറ്റ് ചെയ്യുന്നു, ആ കേസുകൾ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ടാണ്. കാരണം നമ്മൾ നമ്മുടെ ക്ലിനിക്കിൽ ഇരിക്കുമ്പോൾ തന്നെ എല്ലാ ആഴ്ചയിലും തന്നെ നമുക്ക് ഈ പേപ്പട്ടി തന്നെ പല ആളുകളെ ഓടിച്ചിട്ട് കടിച്ച് പിന്നീട് ആ പട്ടിയുടെ സാമ്പിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന് റേബീസ് ബാധയുണ്ടായിരുന്നു എന്ന് കണ്ടെത്തുകയൊക്കെ ചെയ്യുന്ന കേസുകൾ ആഴ്ചതോറും നമ്മുടെ ഓരോ ആശുപത്രികളുടെ, ഇപ്പം നമ്മൾ മെഡിക്കൽ കോളേജുകളിലെല്ലാം ക്ലിനിക്കുകളുണ്ട്, എല്ലാ ജനറൽ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലുമൊക്കെ ക്ലിനിക്കുകളുണ്ട്. വാക്സിൻ എല്ലാ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ആഴ്ചതോറും ഇത്തരത്തിൽ ശരിക്കും റാബിസ് അണുബാധ, പേവിഷബാധ ഉള്ള മൃഗം തന്നെ കടിച്ച കേസുകൾ നമ്മുടെ ഇടയിൽ എത്രയോ വരുന്നു ആഴ്ചതോറും. ഇവരെയെല്ലാം നമ്മൾ ഈ രോഗത്തിൽ നിന്ന് പ്രതിരോധിക്കുന്നത് ഈ വാക്സിൻ നൽകിക്കൊണ്ടാണ്. അപ്പോൾ ആ വാക്സിൻ്റെ ഫലപ്രാപ്തി ഇല്ല എന്നുള്ള സിറ്റുവേഷൻ അല്ല, ഇത് വിരളമായി, അത് ഏതൊരു വാക്സിൻ ആണെങ്കിലും ഏതൊരു ചികിത്സയാണെങ്കിലും ചില ഗുരുതരമായ അവസ്ഥകളിൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ അത് ഫലിക്കാതെ പോകാനുള്ള വളരെ വിരളം ഒരു സാധ്യത അത് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ വാക്സിൻ എടുക്കാതിരിക്കുക, വാക്സിൻ ഫലമില്ല എന്നുള്ള പ്രചരണമൊക്കെ അത് വളരെ വളരെ അപകടകരമാണ്. കാരണം ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സ്ഥിതി നോക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ ഉള്ളതിനെക്കാട്ടി കേസസ് കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല സാഹചര്യങ്ങളുണ്ട്. മൃഗങ്ങളുടെ ഇടയിലും ഇപ്പോൾ കേരളത്തിൽ തെരുവ് നായ്ക്കളുടെ ഇടയിലാണെങ്കിലും മറ്റു വളർത്തു മൃഗങ്ങളുടെ ഇടയിലാണെങ്കിലും ഒക്കെ നമ്മൾ സംശയിക്കുന്ന സാമ്പിളുകൾ ലാബുകളിലേക്ക് വിടുമ്പോൾ പണ്ട് കണ്ടുവരുന്ന ഒരു പോസിറ്റിവിറ്റി റേറ്റ്, അതിൻ്റെ ഒരു റേബീസ് കണ്ടെത്തുന്നതിൻ്റെ നിരക്ക് ഈ അടുത്ത കാലമായിട്ട് വളരെ കൂടിയിട്ടുണ്ട്. അപ്പോൾ പണ്ട് നമുക്കൊരു മൃഗത്തിൻ്റെ കടിയേൽക്കുമ്പോൾ റേബീസ് കിട്ടാനുള്ള സാധ്യതയെക്കാട്ടി കൂടിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഈ കണക്കുകളിൽ നിന്ന്, മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ലാബുകളിൽ നിന്നുള്ള കണക്കുകളാണെങ്കിലും നമുക്ക് വരുന്ന കേസുകളുടെ കണക്കുകളിൽ നിന്നാണെങ്കിലും നമുക്ക് അനുമാനിക്കേണ്ടത്. അതുമാത്രമല്ല, ഈ രോഗബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ ചികിത്സയില്ല, 100% മരണം സംഭവിക്കും എന്ന രോഗമാണ്. ലോകത്തെ മുഴുവൻ ചികിത്സയുടെ കണക്കുകൾ എടുത്താൽ വിരലിൽ എണ്ണാവുന്ന ചില വളരെ വിരളം കേസസ് മാത്രമാണ്. അതെന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് ആ ഒരു ചികിത്സയോ പ്രോട്ടോക്കോളോ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു സക്സസ് അത്തരത്തിൽ വളരെ വിരലിലെണ്ണാവുന്ന കുറച്ച് കേസ് റിപ്പോർട്ടുകൾ മാത്രമേ ഉള്ളൂ. 100% മാരകമായിട്ടുള്ള രോഗമാണ്. എന്നാൽ അതിന് 100% തന്നെ അതിന് നമ്മൾ ആ വാക്സിൻ 100% ഇഫക്റ്റീവ് തന്നെയാണ്. നമ്മളിപ്പം ചിക്കൻ പോക്സിൻ്റെയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് വാക്സിനുകളുടെ 95% 85% എന്ന രീതിയിലല്ല പറയുന്നത്. 100% പ്രൊട്ടക്ഷൻ നേരുന്നൊരു വാക്സിനാണ്. അപ്പോൾ അത് എടുക്കുക തന്നെയാണ് വേണ്ടത്. അപ്പോൾ അതിൽ ആ വാക്സിൻ്റെ ഒരു ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള സംശയം അസ്ഥാനത്താണ്. മെഡിക്കൽ സയൻസിൽ അത് ഏത് ചികിത്സാ രീതിയാണെങ്കിലും നമ്മളുടെ ഏത് പരീക്ഷണങ്ങളാണെങ്കിലും എപ്പോഴും ഒരു ശതമാനമൊക്കെ അല്ലെങ്കിൽ 1% താഴെയൊക്കെ ചില പ്രത്യേക സാഹചര്യങ്ങൾ നമ്മൾ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ വരാതെ വരാം. അത് കണ്ടുകൊണ്ട് നമുക്കത് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഈ ആയിരക്കണക്കിന് കേസുകളെ നമ്മൾ ഇവിടെ കേരളത്തിൽ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത് വാക്സിൻ്റെ ഉപയോഗം കൊണ്ടാണ്. അപ്പം അത് തന്നെയാണ് പ്രധാനം എന്നുള്ളത്, മുറിവുണ്ടായിക്കഴിഞ്ഞാലുള്ള പ്രധാന മാർഗം അത് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. മാത്രമല്ല ഇതിനനുബന്ധമായി എനിക്ക് പറയാനുള്ളത്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം നമ്മുടെ DMEയുടെ മെഡിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിൻ്റെ സ്റ്റേറ്റ് ബോർഡ് ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് നമ്മളൊരു ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ വാക്സിനുകളെക്കുറിച്ചും അതിൻ്റെ ഈ റേബീസ് വാക്സിൻ എടുത്തവർക്ക് എത്ര കാലം ഇതിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മൾ അളക്കുന്നത് ഇതിൻ്റെ ആൻറ്റിബോഡി നിർണ്ണയിച്ചുകൊണ്ടാണ്. രക്തത്തിൽ ഇതിന് എത്ര ആൻറ്റിബോഡി അളവുണ്ട് എന്ന് നിർണ്ണയിച്ചുകൊണ്ടാണ്. അത് 0.5 ഇൻ്റർനാഷണൽ യൂണിറ്റിൽ മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് സംരക്ഷണമുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ വാക്സിൻ എടുത്തിട്ടുള്ളവർക്ക് ഇത് എത്ര കാലം നിലനിൽക്കുന്നു, അതിൽ എത്ര ശതമാനം ആളുകൾക്ക് ഈ ആൻറ്റിബോഡി വേണ്ട മാത്രയിലുണ്ട് എന്നുള്ള രീതിയിൽ ഒരു പരീക്ഷണം നമ്മൾ നടത്തുകയുണ്ടായി. ഞാൻ എൻ്റെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലം വന്നു, നമ്മൾ റിപ്പോർട്ട് കൊടുക്കുകയും ഉണ്ടായി. അത് പ്രസിദ്ധീകരണത്തിനായിട്ട് ആ ഗവേഷണ ഫലം സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് 5 വർഷത്തിനകം വാക്സിൻ നമ്മൾ ഈ പഠനം നടത്തിയ മുഴുവൻ ആളുകളിലും 5 വർഷത്തിനകം ഒരു തവണയെങ്കിലും റേബീസിൻ്റെ
വാക്സിൻ എടുത്തിട്ടുള്ള മുഴുവൻ ആളുകൾക്ക് 100% ആളുകൾക്കും ഈ വേണ്ട ആൻറ്റിബോഡി ടൈറ്റർ ഉണ്ട്. നമ്മുടെ മുഴുവൻ നമ്മൾ പഠിച്ച മുഴുവൻ ആളുകൾ എന്ന് വെച്ചാൽ 20 വർഷം മുമ്പൊക്കെ വാക്സിൻ എടുത്തവരുണ്ട്. ആ മുഴുവൻ ആളുകളിലും 93% ആളുകൾക്കും ഈ പ്രൊട്ടക്റ്റീവ് ടൈറ്റർ ഉണ്ട്. അപ്പോൾ ഇതിൽ 5 വർഷത്തിന് മുമ്പ് എടുത്തിട്ടുള്ളവർ, അതായത് 5 വർഷത്തിനകം നിങ്ങൾ ഒരിക്കലെങ്കിലും വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ 100% ആളുകളും പ്രൊട്ടക്റ്റഡ് ആണ്. അത്രയ്ക്ക് അത് ഇഫക്റ്റീവാണ്. മാത്രമല്ല ചിലർ 2-3 ഡോസ് എടുത്തിട്ട് 4ാമത്തെ ഡോസ് എടുക്കാതെ മിസ്സായവരൊക്കെ ഉണ്ട്. അവർക്കും ആൻറ്റിബോഡി ആവശ്യത്തിലധികമുണ്ട്. അപ്പോൾ വാക്സിൻ്റെ ഫലത്തിനെക്കുറിച്ച് ഒരു സംശയവും വേണ്ട. ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, കമ്മ്യൂണിറ്റി മെഡിസിൻ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർമാർ ചേർന്ന് ഈ പഠനം നടത്തുകയും അതിൻ്റെ ഫലം ഇപ്പോൾ റിപ്പോർട്ടാക്കുകയും ചെയ്തത്. അപ്പോൾ അത് വളരെ അതിപ്പോൾ ഇവിടെ നമുക്ക് ലഭിക്കുന്ന വാക്സിനുകളിൽ എന്തെങ്കിലും കുറവുണ്ടോ, ഇത്തരത്തിലുള്ള പല സംശയങ്ങൾ. അത് കൂടാതെ ആരോഗ്യ വകുപ്പ് തന്നെ അതിൽ നടത്തിയ അന്വേഷണങ്ങളിലെല്ലാം തന്നെ വാക്സിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് ഒരു സംശയവുമില്ല. അത് കൂടാതെ നമ്മൾ നടത്തിയ പഠനത്തിലും ഒരിക്കലെങ്കിലും വാക്സിൻ എടുത്തിട്ടുള്ളവർക്ക് വളരെയധികം അവർ സംരക്ഷിതരാണ്, അവരുടെ ശരീരത്ത് ആവശ്യത്തിന് ആൻറ്റിബോഡി ഉണ്ട് എന്നാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ഡോക്ടർ, എന്തായാലും വാക്സിൻ ഒരു പ്രാവശ്യമെങ്കിലും എടുക്കണം, അല്ലെങ്കിൽ എടുത്തതിന് ശേഷം നമുക്ക് ആ ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുമെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ ഡോക്ടർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് വാക്സിനേഷന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കാരണം പല ആളുകളും ഇപ്പോൾ നേരത്തെ ഡോക്ടർ തന്നെ സൂചിപ്പിച്ചു, ചിലപ്പോൾ 5 ഡോസ് എടുക്കേണ്ടടുത്ത് 4ാമത്തെ ഡോസ് മിസ്സായി പോയവരൊക്കെ ഉണ്ടാകും. അത്തരത്തിൽ എന്തെങ്കിലും ഈ വാക്സിനേഷന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇതിൽ വാക്സിനേഷന് ശേഷം ശ്രദ്ധിക്കുന്ന കാര്യത്തിന് മുമ്പ്, ശേഷം നമുക്കധികം ശ്രദ്ധിക്കാനില്ല, ഡോസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതിന് മുമ്പത്തെ കാര്യം, ഞാൻ വാക്സിനെക്കുറിച്ച് ആദ്യത്തെ ചോദ്യം ഉണ്ടായതുകൊണ്ടാണ് വാക്സിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്, ഈ വൈറസ് ഈ പട്ടി, പൂച്ച, മറ്റു വന്യമൃഗങ്ങൾ, ഈവൻ കീരി, കുരങ്ങ്, എല്ലാ വന്യമൃഗങ്ങളും ഇവയുടെ സസ്തനികളിലാണ് ഇത് കണ്ടുവരുന്നത്, ഈ മാമൽസ്. അപ്പം ഇവയ്ക്ക് രോഗബാധയുള്ള മൃഗമാണെങ്കിൽ അതിൻ്റെ തുപ്പൽ വഴി, സലൈവ വഴിയായിരിക്കും നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു മുറിവുണ്ടാകുക, അതിൽ മുറിവ് ഇല്ലെങ്കിൽ പോലും അതിൻ്റെ തുപ്പൽ നമ്മുടെ കണ്ണിലേക്കോ വായിലേക്കോ നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിനിലേക്ക് തെറിക്കുക. നമ്മുടെ ഇൻടാക്റ്റ് ആയിട്ടുള്ള തൊലി, മുറിവൊന്നുമില്ലാത്ത ഒരു തൊലിപ്പുറത്ത് കൂടി വൈറസ് അകത്തേക്ക് പ്രവേശിക്കുകയില്ല. പക്ഷേ എന്തെങ്കിലും നമ്മൾ ചൊറിഞ്ഞു പൊട്ടിയിട്ടുള്ള അടക്കമുള്ള ചെറിയ മുറിവുകൾ മൃഗങ്ങൾ നക്കിയാലും അപകട സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ മൃഗത്തെ കെയർ ചെയ്തു, നമുക്ക് മുറിവുകളൊന്നുമില്ല, അത് നമ്മളെ മാന്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് തൊലിപ്പുറത്തൂടെ പ്രവേശിക്കുകയില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മ്യൂക്കസ് മെംബ്രെയിനിലൂടെ പ്രവേശിക്കാം. അല്ലെങ്കിൽ ചെറിയ മാന്തലാണ്, ചെറിയ മുറിവുകൾ നക്കിയാൽ പോലും വൈറസിന് നമ്മുടെ തൊലി ഭേദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്, വാക്സിനും എടുക്കുന്നതിന് മുമ്പ് നമുക്കിപ്പോൾ ചില കേസുകൾ ഈ അടുത്ത കാലത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഈ വാക്സിൻ എടുത്തിട്ടും രോഗാണുബാധ, റേബീസ് രോഗമുണ്ടായി എന്ന് കണ്ട കേസുകൾ നമ്മൾ പ്രത്യേകം എടുത്ത് പഠിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അഡീഷണലായിട്ട് മനസ്സിലാക്കാം. ഒന്ന്, ഗുരുതരമായ മുറിവാണ്, ഞരമ്പിൽ നേരിട്ട് വൈറസ് പ്രവേശിക്കുന്ന വിധത്തിലുള്ള ആഴമുള്ള മുറിവാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പക്ഷേ വേറെ കുറച്ചധികം കാര്യങ്ങളുടെ നമ്മളവിടെ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, ഇത്തരത്തിൽ മൃഗവുമായിട്ട് എന്ത് തരത്തിലുള്ളൊരു സമ്പർക്കം വന്നാലും, ഈ പ്രത്യേകിച്ച് കടിക്കുകയോ മാന്തുകയോ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ആദ്യം ചെയ്യേണ്ടത്, വാക്സിൻ എടുക്കാൻ വരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ തന്നെ, അത് ആശുപത്രിയിൽ വരാൻ കാത്തിരിക്കേണ്ട, നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ, എവിടെ വെച്ചാണോ സംഭവം ഉണ്ടാകുന്നത് അവിടെ വെച്ച് തന്നെ ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് സോപ്പും വെള്ളവും ഉപയോഗിച്ച് ആ മുറിവിൻ്റെ ഭാഗം കഴുകുക എന്നുള്ളതാണ്. അപ്പോൾ ചിലർ പറയും സോപ്പ് ഉപയോഗിച്ച് കഴുകി, നമ്മുടെ ക്ലിനിക്കിൽ വരുമ്പോൾ അവർ പറയും സോപ്പ് ഉപയോഗിച്ച് കഴുകിയിട്ടാണ് വന്ന ഡോക്ടറെ എന്ന്. അപ്പോൾ നമ്മൾ ചോദിക്കുക എത്ര സമയം? ഒരു 1-2 മിനിറ്റ്, അത്രയും മതിയാവുകയില്ല. കാരണം നമ്മൾ പ്രത്യേകം എടുത്ത് പറയാറുണ്ട്, സാധാരണ പറയുന്ന പോലെയല്ല, 10-15 മിനിറ്റ് നമ്മൾ സോപ്പ് ഉപയോഗിച്ച്, വലിയ കൂടിയ സോപ്പുകളോ പ്രത്യേകതരം സോപ്പുകളോ ആൻറ്റിസെപ്റ്റിക് ഒക്കെ ഉപയോഗിച്ചാൽ നല്ലതാണ്. പക്ഷെ അത് കണ്ടെത്താൻ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സാധാരണ കുളിക്കുന്ന ഏത് സോപ്പാണെങ്കിലും സാധാരണ സോപ്പ് വെച്ച് നല്ലപോലെ 10 മിനിറ്റ് വെള്ളത്തിൻ്റെ അടിയിൽ, അതും റണ്ണിങ് ടാപ്പ് വാട്ടർ, നമ്മൾ പറയുന്ന വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, ടാപ്പ് തുറന്നിട്ടിട്ട് നന്നായിട്ട് ധാരാളമായി വെള്ളം ഒഴിച്ച് ടാപ്പ് തുറന്നിട്ടിട്ട് സോപ്പിട്ട് കഴുകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അത് വൈകിക്കുവാനും പാടില്ല. കാരണം ഈ മൃഗത്തിൻ്റെ സലൈവയിൽ അഥവാ ഈ വൈറസ് ഉണ്ടെങ്കിൽ, ഈ രോഗാണു ഉണ്ടെങ്കിൽ, നമ്മൾ ഇത്രയും തറവായിട്ട് കഴുകുന്നത് വഴി അത് ഏകദേശം 90%-ലധികവും നമുക്ക് ഇതിൻ്റെ വൈറസിനെ കഴുകിക്കളയാൻ സാധിക്കും. അപ്പോൾ തന്നെ വൈറൽ ലോഡ് നന്നായിട്ട് കുറയുകയാണ്. നന്നായിട്ട് കഴുകുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് ഈ വൈറസിനെ
ഇത്തരത്തിൽ നീക്കം ചെയ്യാനുള്ള സാധ്യത കൂടി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് പരമപ്രധാനം. വാക്സിൻ എടുക്കുന്നതിന് മുമ്പ് പല കേസുകളിലും ഇത്തരത്തിലുള്ള വാഷ് ചെയ്യാൻ ഡിലേ ചെയ്തു, അതായത് ഡിലേ ആയി, കഴുകാൻ സമയമെടുത്തു എന്നുള്ള കണ്ടെത്തലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. രണ്ട്, നമ്മൾ വാക്സിൻ എടുക്കാനും മുറിവ് വലുതാണെങ്കിൽ നമുക്ക് അഥവാ ഈ ഒരു മൃഗവുമായി സമ്പർക്കം ഉണ്ടായാൽ അതിനെ 3 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട്. കാറ്റഗറി 1 എന്ന് പറഞ്ഞാൽ നമ്മൾ തൊലിപ്പുറത്ത് നക്കിയിട്ടുണ്ട്, മുറിവുകളൊന്നുമില്ല, നമ്മളതിന് മൃഗത്തെ ലാളിച്ചു, പക്ഷെ നമുക്ക് മുറിവുകളൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ വാക്സിൻ്റെ ആവശ്യമില്ല എന്നാണ് നമ്മൾ പറയുന്നത്. കാറ്റഗറി 1 എന്ന് പറയും, പക്ഷെ നന്നായിട്ട് കഴുകുക, തുപ്പലൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകുക. കാറ്റഗറി 2 എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ചെറിയ മുറിവ്, പക്ഷെ ചോര വന്നിട്ടില്ല, വെറും പോറൽ, കപ്പുക എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ, അത്തരത്തിൽ ചോര വന്നില്ല, പക്ഷേ ഒരു ചെറിയ മുറിവ്, പോറലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കഴുകുക, രണ്ടാമത് വാക്സിൻ എടുക്കുക. വാക്സിൻ മാത്രം മതിയാവും, കഴുകുകയും വാക്സിൻ എടുക്കുകയും മാത്രം മതിയാവും. മൂന്നാമത്തെ കാറ്റഗറിയാണ് അപകടമുള്ള കാറ്റഗറി. നമുക്കിപ്പോൾ കേസുകളെല്ലാം മൂന്നാമത്തെ കാറ്റഗറിയിലുള്ളതാണ്. അതായത് ചോര വരുന്ന രീതിയിലുള്ള മുറിവുകൾ. ചോര വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആദ്യം കഴുകുന്നതിന് ശേഷം വാക്സിൻ എടുക്കുക. വാക്സിൻ്റെ കൂടെ തന്നെ ഈ മുറിവിന് ചുറ്റും ഒരു മരുന്ന്, ആൻറ്റിബോഡി എന്ന് പറയും നമ്മൾ, ഇമ്മ്യൂണോഗ്ലോബുലിൻ, അതായത് റെഡിമെയ്ഡായിട്ട് നമ്മൾ ആൻറ്റി റേബീസ് ആൻറ്റിബോഡി കുത്തിവെക്കും. അപ്പോൾ കാറ്റഗറി 3 ആണ് ചോര വന്ന മുറിവുകളാണ് എന്നുണ്ടെങ്കിൽ വാക്സിൻ മാത്രം പോരാ, ആദ്യം മുറിവ് കഴുകുക, വാക്സിൻ എടുക്കുക, വാക്സിൻ്റെ കൂടെ തന്നെ ഡോക്ടർമാർ നിങ്ങൾക്ക് ആ മുറിവിന് ചുറ്റുമുള്ള മരുന്ന് കൂടി തരുന്നതായിരിക്കും. അപ്പോൾ ഇത് 3 ആണ്, ഇങ്ങനെയാണ് ഇതിൻ്റെ ചികിത്സ പോകുന്നത്. പിന്നീട് വാക്സിനേഷൻ്റെ ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ കേരളത്തിൽ 2 രീതിയിൽ കൊടുക്കാറുണ്ട്. ഗവൺമെൻറ് സെൻറ്ററുകളിലെല്ലാം ഇപ്പോൾ WHO പറയുന്നതും മിക്ക ലോകരാജ്യങ്ങളും ഇപ്പോൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഇൻട്രാഡേർമൽ ആയിട്ടുള്ള വാക്സിനേഷനാണ്, അതായത് തൊലിപ്പുറത്ത് കൂടിയുള്ള കുത്തിവെപ്പ്. അതാണ് നമ്മൾ ഗവൺമെൻറ് ആശുപത്രികളിലെല്ലാം കൊടുക്കുന്നത്. വളരെ ഫലവത്താണ്, നമ്മുടെ പഠനത്തിലുമൊക്കെ തന്നെയും അത് വളരെ ഫലവത്താണ് എന്നുള്ളതും വളരെ പെട്ടെന്ന് തന്നെ ആൻറ്റിബോഡി ഉണ്ടാകുന്നു എന്നുള്ളതും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഇൻട്രാഡേർമൽ ഷെഡ്യൂൾ നമ്മളെല്ലാവരും പൊതുവേ സർക്കാർ ആശുപത്രികളെല്ലാം എടുക്കുന്ന ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നൊരു കുത്തിവെപ്പ് എടുത്താൽ പിന്നീട് 3-ാമത്തെ ദിവസം, 7-ാമത്തെ ദിവസം, 28-ാമത്തെ ദിവസം, അത്തരത്തിൽ 4 കുത്തിവെപ്പ് എടുക്കണം. അത് മുടങ്ങാൻ പാടില്ല. ഇനി മസിലിലാണ് എടുക്കുന്നത്, ചിലപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ മസിലിലായിരിക്കും അവരെടുക്കുന്നത്. മസിലിലാണ് എടുക്കുന്നതെങ്കിൽ 4 അല്ല, നമുക്ക് 5 കുത്തിവെപ്പ് വേണം. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ദിവസത്തിന് നമ്മൾ ഡേ 0 എന്ന് പറയും. ഇന്നത്തെ ദിവസം ആദ്യത്തെ കുത്തിവെപ്പ് എടുക്കുന്നതാണ് ഡേ 0, 3-ാമത്തെ ദിവസം, 7-ാമത്തെ ദിവസം, 14-ാമത്തെ ദിവസവും 28. അപ്പോൾ തൊലിപ്പുറത്തൂടെ എടുക്കുകയാണെങ്കിൽ 14-ാമത്തെ ദിവസം വേണ്ട, 4 കുത്തിവെപ്പ് മതി. മസിലിലൂടെ എടുക്കുകയാണെങ്കിൽ 14 കൂട്ടി 5 കുത്തിവെപ്പ്. അപ്പോൾ ഇത് ഷെഡ്യൂൾ തെറ്റാതെ തന്നെ നമ്മൾ കുത്തിവെപ്പ് എടുക്കണം. ഇതാണ് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ചിലരൊക്കെ ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ അതൊക്കെയാണ് നമ്മൾ വേറെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ ഉള്ളൊരു, അങ്ങനെ ഒന്നും ശ്രദ്ധിക്കാനില്ല. ഏതൊരു വാക്സിൻ എടുക്കുന്ന പോലെയും തന്നെയാണ്. പ്രത്യേകിച്ച് ചിലർ നാരങ്ങ, മുട്ട കഴിക്കാൻ പാടുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളുണ്ട്. അങ്ങനെ ഒരു സംശയവും വേണ്ട, എല്ലാ ഭക്ഷണവും കഴിക്കാം, സാധാരണ തനക്ക് ജോലി ചെയ്യാം. പിന്നെ നമ്മൾ ഏത് വാക്സിൻ എടുക്കുമ്പോൾ ഒരു പനിയൊക്കെ വരുന്ന പോലെ തന്നെ നമ്മൾ കുറച്ച് ശരീരം ഒത്തിരി അമിതാധ്വാനം, ലഹരി ഉപയോഗമൊക്കെ കുറയ്ക്കുവാൻ പറയും. കാരണം നമ്മുടെ ശരീരം ഈ വാക്സിൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റിജൻ നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരം അതിനെതിരെയുള്ള പ്രതിരോധം തീർക്കുകയാണ് ശരീരം ചെയ്യുന്നത്. ഈ പ്രതിരോധത്തിൽ ശരീരം ആൻറ്റിബോഡികൾ ഉണ്ടാക്കും. മാത്രവുമല്ല ഈ ആൻറ്റിബോഡികൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഓർമ്മയും മെമ്മറി സെൽസും ഉണ്ടാവും. ഒരു തവണ നിങ്ങൾ ഒരു വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ രോഗാണു അല്ലെങ്കിൽ ഈ ഒരു വാക്സിൻ തന്നെ പിന്നീട് നിങ്ങളുടെ ശരീരത്തിലേക്ക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ രോഗാണു തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് കയറുകയാണെങ്കിൽ ശരീരം ഇത് ഓർത്ത് വെച്ചിട്ട്, അതിന് മെമ്മറി എന്ന് പറയും, ഓർത്ത് വെച്ചിട്ട് ആൻറ്റിബോഡി അപ്പോൾ തന്നെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ശാസ്ത്രം. അപ്പോൾ ഇതിൽ നമ്മുടെ ശരീരം നന്നായിട്ട് ഇമ്മ്യൂൺ റെസ്പോൺസ് തരുവാനായിട്ട് നമ്മൾ ബോഡിയെക്കുറിച്ച് ഒപ്റ്റിമമായിട്ട്, അതായത് ഒത്തിരി സ്ട്രെനുവസ് എന്ന് വെച്ചാൽ സാധാരണ ജോലിയൊന്നും ചെയ്യുന്നതിന് പാടില്ല, ഒത്തിരി സ്ട്രെനുവസ് എക്സസൈസും ലഹരി ഉപയോഗമൊക്കെ കുറയ്ക്കുവാനായിട്ട് നമ്മൾ പൊതുവേ, അത് ഏത് വാക്സിൻ എടുക്കുമ്പോഴും നമ്മൾ പൊതുവെ അഡ്വൈസ് ചെയ്യുന്ന പോലുള്ളൂ. മറ്റ് പ്രിക്കോഷൻസ്, മറ്റ് ശ്രദ്ധിക്കുവാനുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല. ഇത് പൂർത്തിയാക്കുക എന്നുള്ളതാണ്. പിന്നീട് വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ടുള്ളവർ അറിയേണ്ട കാര്യം, നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ ആൻറ്റി റേബീസ് വാക്സിൻ, പേവിഷബാധയ്ക്കെതിരെയായിട്ടുള്ള വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഇതിന് പ്രൊട്ടക്റ്റഡ് ആണ്. കാരണം നിങ്ങളുടെ ശരീരത്തിന് എപ്പോഴും ഇതിൻ്റെ ഓർമ്മ കാണും. പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു മൃഗവുമായി സമ്പർക്കം വന്നാൽ നിങ്ങൾ ഒരു വാക്സിൻ എടുക്കണം. അപ്പോഴും ഈ മൃഗവുമായി സമ്പർക്കം വന്നാൽ വീണ്ടും നിങ്ങൾ വാക്സിൻ എടുക്കാൻ വരണം. പക്ഷേ ആ വാക്സിൻ മുഴുവൻ ഷെഡ്യൂൾ വേണ്ട, 2 ബൂസ്റ്റർ ഡോസ് വാക്സിൻ മാത്രം മതിയാകും. കാരണം ശരീരത്തിന് ഓർമ്മയുള്ളത് കൊണ്ട് തന്നെ ആ ബൂസ്റ്റർ വാക്സിൻ കിട്ടുമ്പോൾ ശരീരം അന്ന് തന്നെ ധാരാളം ആൻറ്റിബോഡികൾ ഉണ്ടാക്കുകയും നമ്മൾ ആ രോഗാണുവിൽ നിന്ന് വളരെയധികം, നേരത്തെ ആദ്യം വാക്സിൻ എടുക്കുന്നവരേക്കാൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും പിന്നീട് ബൂസ്റ്റർ എടുത്ത്
അടുത്ത് വരുമ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കൽ ഈ വാക്സിൻ എടുക്കുന്നത് വളരെ നല്ലതാണ്. വാക്സിൻ എടുത്തിട്ടുള്ളവർക്ക് പിന്നീട് ഈ സീറത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, വലിയ മുറിവാണെങ്കിൽ മുറിവിന് ചുറ്റും ഒരു കുത്തിവെപ്പ്, നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള ആൻറ്റിബോഡി. അതിൻ്റെ ശാസ്ത്രം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഏത് വാക്സിൻ, ഇത് റേബീസ് വാക്സിൻ്റെ മാത്രം പ്രത്യേകതയല്ല, നമ്മൾ ഏത് വാക്സിൻ എടുക്കുമ്പോൾ ഇതിൻ്റെ ശാസ്ത്രം ഇത് തന്നെയാണ്. നമ്മൾ റേബീസ് വാക്സിൻ എടുക്കുമ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ആ വാക്സിൻ എടുക്കുന്നതെങ്കിൽ അന്നത്തെ ദിവസം തന്നെ ശരീരം ആൻറ്റിബോഡി വേണ്ടത്ര പ്രൊഡ്യൂസ്, പതുക്കെ ഏകദേശം ഒരാഴ്ച സമയം, ഒരു 5-7 ദിവസം, ഒരാഴ്ച സമയമെടുക്കും ശരീരം ആൻറ്റിബോഡി ഉണ്ടാക്കി തുടങ്ങുവാൻ. അത് റേബീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ നല്ല ലെവൽ ഓഫ് ആൻറ്റിബോഡി ഉണ്ടാകാൻ ഒരു 14 ദിവസമൊക്കെ, പ്രൊട്ടക്റ്റീവ് ലെവൽ ആൻറ്റിബോഡി നന്നായിട്ട് ഉണ്ടാകുന്നത് 14 ദിവസമൊക്കെ എടുക്കുന്നത് വഴിയാണ്. പക്ഷെ നമുക്ക് വളരെ ആഴത്തിലുള്ളൊരു മുറിവുണ്ട്, വലിയ മുറിവാണെങ്കിൽ ഈ വൈറസ് ഇതുവഴി ഈ മുറിവിൽ നിന്ന് അവിടുത്തെ ലോക്കലി ഉള്ള മസിലിൽ ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് അടുത്തുള്ള ഞരമ്പുകൾ, നെർവ്സ് വഴി ഇത് തലച്ചോറിലേക്ക് പോയാണ്, തലച്ചോറിൽ ചെന്നാണ് നമുക്ക് രോഗബാധ ഉണ്ടാക്കുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ നമുക്കറിയാം, ഈ പേവിഷബാധ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആർക്കൊക്കെ വാക്സിൻ എടുക്കാൻ സാധിക്കും? പ്രത്യേകിച്ചും ഈ പ്രായമായവർ, അതുപോലെ തന്നെ കുട്ടികൾ, അത്തരത്തിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആർക്കൊക്കെ വാക്സിൻ എടുക്കാൻ സാധിക്കും ഡോക്ടർ? പേവിഷബാധയുടെ വാക്സിൻ എല്ലാവർക്കും എടുക്കാം. ഗർഭിണികൾ, മുലയൂട്ടുന്നവർ, കുഞ്ഞുങ്ങൾ, മുതിർന്നവർ, മറ്റ് അനുബന്ധ രോഗങ്ങളുള്ളവർ എല്ലാവർക്കും വാക്സിൻ എടുക്കാം. കാരണം ഈ വാക്സിൻ ഒന്ന് സുരക്ഷിതമാണ്, 2 ഇത് 100% മാരകമായിട്ടുള്ള രോഗത്തിനെയാണ് തടയുവാനുള്ള വാക്സിനാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും നമുക്കതിൽ പിന്നീടൊന്നും ആലോചിച്ച് നിൽക്കാനുള്ളൊരു സാധ്യതയില്ല. കാരണം രോഗം വന്നാൽ നമ്മൾ മരിക്കുമെന്ന് ഉറപ്പാണ്. നമുക്ക് ആകപ്പാടെയുള്ള പിടിവള്ളി എന്ന് വെച്ചാൽ വാക്സിനാണ്. അപ്പം ഏത് സാഹചര്യത്തിൽ നമ്മൾ ആ വാക്സിൻ എടുക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിന് പ്രത്യേകിച്ച് ഒരു കോൺട്രാ ഇൻഡിക്കേഷനുമില്ല. സാധാരണ ഗർഭിണികൾ, മുലയൂട്ടുന്നവർ, കുട്ടികൾ, മുതിർന്നവർ, അനുബന്ധ രോഗങ്ങളുള്ളവർ, ആർക്കും തന്നെ പ്രശ്നമില്ല, എല്ലാവർക്കും വാക്സിൻ എടുക്കാം. മാത്രമല്ല, വാക്സിൻ ഒരിക്കൽ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് സീറം വേണ്ട എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിൻ്റെ ഗുണമുണ്ട്, ബൂസ്റ്റർ ഡോസസ് മതിയാകും, കൂടുതൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇത്തരത്തിൽ ഏത് സാഹചര്യത്തിലും വാക്സിൻ എടുക്കാനൊരു അവസരം കിട്ടുകയാണെങ്കിൽ വാക്സിൻ എടുക്കുക എന്നുള്ളതാണ് പ്രധാനം. പിന്നീട് കുട്ടികൾക്ക്, 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇതിൻ്റെ അപകടം കൂടുതലാണ്. ഒന്ന്, റേബീസ് കേസുകൾ കൂടുതൽ കുട്ടികൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഒന്ന്, കുഞ്ഞുങ്ങളുടെ ഈ ഒരു പൊക്കം കുറവായതുകൊണ്ടും മൃഗം പെട്ടെന്ന് ആക്രമിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ താഴെ വീഴുമ്പം മുഖത്തും കഴുത്തിലുമൊക്കെ കൂടുതൽ ഇഞ്ചുറി, മുഖത്ത്, തലയിൽ ഒക്കെ കൂടുതൽ പരിക്ക് വരുന്നത് നമ്മൾ കാണാറുണ്ട്. അത്തരത്തിലുള്ള പരിക്കുകൾ കൂടുതൽ അപകടകരമാണ്. നമ്മളിപ്പോൾ വാക്സിൻ എടുത്തിട്ടും രോഗം വന്നു എന്ന് പറയുന്ന കേസുകളൊക്കെ നോക്കുമ്പോഴും നിറച്ച് നെർവ്സ് ഉള്ള, അതായത് നെർവ് സപ്ലൈ വളരെ കൂടുതലുള്ള, പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ, കയ്യിൽ നെർവ്സ് ഇഷ്ടം പോലെ, ഞരമ്പുകൾ ധാരാളം, നല്ല ഡെൻസായിട്ട് ഞരമ്പുകളുള്ള സ്ഥലം. 2, നമ്മുടെ മുഖം, തലയോട്ടിയുടെ ഭാഗം, കഴുത്ത്, ചെവി, കണ്ണ്, മൂക്ക്, ഇത്തരത്തിൽ മുഖവും തലയുമായി ബന്ധപ്പെട്ട ഈ ഭാഗങ്ങൾ ഏറ്റ മുറിവുകളാണ് പിന്നീട് വളരെ ഗുരുതരമാവുകയും നമ്മൾ വാക്സിൻ കൊടുത്തിട്ട് പോലും ഫെയിൽ ആയിട്ടുള്ള കേസുകളിലൊക്കെ തന്നെയും മുറിവുകൾ, ആഴത്തിലുള്ള മുറിവുകൾ ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഉണ്ടാവുമ്പോഴാണ്. അത് കാരണമെന്ന് വെച്ചാൽ നെർവിലേക്ക് നേരിട്ട് വൈറസ് പ്രവേശിക്കുമ്പോൾ പിന്നീട് ഈ വാക്സിനും ആൻറ്റിബോഡിയും ഫലിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് നമ്മുടെ കേരളത്തിലെ മാത്രം സാഹചര്യമല്ല, ലോകത്തെമ്പാടും ഇങ്ങനെ തന്നെയാണ്. ഇത്തരത്തിൽ വാക്സിൻ ഉണ്ടായിട്ടുള്ള കേസുകൾ ഉണ്ടാവും. തീർച്ചയായും ഡോക്ടർ, എന്തായാലും നമുക്ക് സമയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ വാക്സിൻ എടുക്കുക എന്നുള്ളതാണ് ഏക പോംവഴി. അപ്പോൾ ആരും അതിന് വിമുഖത കാണിക്കാതിരിക്കുക, എല്ലാവരും ഇത്തരത്തിൽ പേവിഷബാധ ഏറ്റാൽ വാക്സിൻ എടുക്കുക എന്നുള്ളതാണ്. നമസ്കാരം.